ഹായ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കുറേ നാളായിട്ട് ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് മണിമുല്ല. വേറെയും കുറച്ച് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. പക്ഷെ മണിമുല്ല എന്നാണ് കോമൺ ആയിട്ട് ഇതിന് പറയുന്നത്. മണിമുല്ല എന്ന് പറയുമ്പോൾ തന്നെ വെളുത്ത നിറത്തിൽ നല്ല കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടി നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മണിമുല്ല ചെടിയെ പറ്റിയാണ്. മണിമുല്ലയുടെ ചെടിയും പൂക്കളും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസും കൂടി ഒന്ന് ഓളാക്കി വെക്കുക കേട്ടോ. ഇതാണ് മണിമുല്ലയുടെ പ്ലാന്റ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. ഞാനിത് പോട്ടിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് മണിമുല്ലയുടെ പ്ലാന്റ് പോട്ടിൽ നടണോ അതോ നിലത്ത് തടമെടുത്ത് നടണോ എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പ്ലാന്റ് നടാം. പക്ഷേ എപ്പോഴും നല്ലത് പ്ലാന്റിന് അത്യാവശ്യം ഗ്രോത്ത് ആയി കഴിയുമ്പം നമ്മൾ നിലത്ത് തടം ഒരുക്കി നല്ല വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നടുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പം ഈ പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ നല്ല രീതിയിൽ വളരും. ഇത് അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ റൂട്ടൊക്കെ വളരുന്നതിനോടൊപ്പം നമ്മുടെ പ്ലാന്റ് മുരടിപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് വളരും. അതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. മണിമുല്ല പ്ലാന്റിൻ്റെ ഗ്രോത്തിന് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഒത്തിരി നല്ലതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ സീസണായിട്ടും പൂക്കാത്ത നല്ല മെച്ചുറായിട്ടുള്ള ചെടികളുണ്ടാവും. അതിന് കാരണം നമ്മൾ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ സീസൺ ആവുന്നതിന് ഒരു 2 മാസം മുമ്പെങ്കിലും നമ്മൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളുടെ ഉപയോഗം നിർത്തുക. എന്നിട്ട് ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലുപൊടിയൊക്കെ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലുപൊടി ഉപയോഗിക്കുമ്പം നല്ല എല്ലുപൊടി തന്നെ മേടിച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാഫോ മറ്റേതെങ്കിലും ഒരു ഫംഗിസൈഡോ ഉപയോഗിക്കാൻ മറന്നു പോകണ്ട. കാരണം എല്ലുപൊടി ഉപയോഗിക്കുമ്പം നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഉറുമ്പും ഈച്ചയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡും കൂടി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. പിന്നെ മണിമുല്ലയുടെ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം, അത്യാവശ്യം മെച്ചുറായിട്ടുള്ള സ്റ്റെമ്മ് തന്നെ പ്രൊപ്പഗേഷൻ ഉപയോഗിക്കാം. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് ചെറിയൊരു തണ്ട് പിടിപ്പിക്കാൻ വെച്ചതാണ്. പക്ഷെ കുറേ സമയമെടുക്കും ഈ പ്ലാന്റ് പിടിച്ചോന്നറിയാൻ തന്നെ. വളവിടാത്ത മണ്ണിലോ അല്ലെങ്കിൽ മണലിലോ കുത്തി വെച്ചിട്ട് വേണം ഈ പ്ലാന്റ് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഈ പ്ലാന്റൊക്കെ അങ്ങനെ മണൽ കൂടുതൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. പക്ഷെ കുറേ സമയമെടുക്കും ഇതൊന്ന് വേര് പിടിച്ച് ഇതിൽ നിന്ന് പുതിയ തളുപ്പൊക്കെ വന്ന് അത്യാവശ്യം ഒരു വലിപ്പമായി കിട്ടാൻ. ഇത് മണിമുല്ലയുടെ തന്നെ വേറൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മൾ പോട്ടിലാണ് നട്ടിട്ടുള്ളത്. ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ മണിമുല്ലയുടെ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഈ പ്ലാന്റും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. ഇപ്പോൾ മണിമുല്ല നന്നായിട്ട് പൂക്കുന്ന സമയമാണല്ലേ. അപ്പോൾ ചില പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ട്, ചിലതിൽ ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവില്ല. അത് ചിലപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ. ഈ ഇലകൾ വന്നിട്ടുള്ള ഭാഗത്തു നിന്നെല്ലാം, അതായത് എല്ലാ നോട്ട്സിൽ നിന്നും ചെറിയ ചെറിയ തളുപ്പുകളും വരും. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തളുപ്പുകളും വരും. നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ഇലകളുടെ ജസ്റ്റ് താഴെ വെച്ചിട്ട് മുറിച്ചിട്ട് വേണം നമ്മൾ മണലിലോ വളമിടാത്ത മണ്ണിലോ കുത്തി വയ്ക്കാൻ. അപ്പോൾ ആ നോട്ട്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ തളുപ്പ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പെട്ടെന്നല്ല, മണിമുല്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു രീതി വെച്ചിട്ട് പിന്നെയും കുറച്ച് ചാൻസ് കൂടുതൽ അങ്ങനെ വെക്കുമ്പോഴായിരിക്കും കേട്ടോ തളുപ്പുകളൊക്കെ വരാൻ. മണിമുല്ലയുടെ പൂക്കൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ ധാരാളം പൂക്കൾ കൊലകൊലയായിട്ട് ഈ ഒരു ചെടിയിലുണ്ടാവും. അപ്പോൾ പൂക്കൾ അധിക ദിവസമൊന്നും ഇതുപോലെ കാണാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഈ പൂക്കൾ പൊഴിഞ്ഞു പോകും. നല്ല സ്മെല്ലുണ്ടാവും ഈ പൂക്കൾ വിരിയുന്ന സമയത്ത്. ഈ ഒരു ചെടിയിൽ ഒരേ സമയത്ത് ഒരുപാട് പൂങ്കുലകളും പൂക്കളും ഉണ്ടാകുന്നത് കൊണ്ട് ഓരോ ദിവസവും പൊഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയില്ല. കാരണം അടുത്ത ദിവസം ആകുമ്പോഴേക്കും അടുത്ത പൂങ്കുല ഇതുപോലെ നല്ല വൈറ്റ് കളറിൽ ഭംഗിയായിട്ട് വിരിഞ്ഞു വരും. ഈ ചെടിയിൽ ഇതുപോലെ ഉണ്ടാകുന്ന എല്ലാ തളുപ്പിൽ നിന്നും പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സീസൺ ആകുമ്പോൾ പൂക്കൾ ഉണ്ടായില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. നമ്മുടെ പ്ലാന്റ് ഒന്നെങ്കിലും മെച്ചുറായിട്ട് ഉണ്ടാവില്ല. അതും അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുത്താലും മതി. ഈ നീണ്ടു വന്നിട്ടുള്ള സ്റ്റെമ്മ് മുറിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ തൊട്ട് താഴെയുള്ള നോഡിൽ നിന്ന് ധാരാളം തളുപ്പുകൾ വരും. അപ്പോൾ പ്ലാന്റ് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബുഷിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വാങ്ങി നട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ അത് കട്ട് ചെയ്യാൻ കുറച്ച് മടിയായിരിക്കും, പ്ലാന്റ് പോവുക എന്നുള്ള പേടിയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് കട്ട് ചെയ്യേണ്ട. പ്ലാന്റ് അത്യാവശ്യം നന്നായിട്ട് ഗ്രോത്ത് ആവട്ടെ, അതിന് ശേഷം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പ്ലാന്റിന് പുതിയ പുതിയ തണ്ടുകൾ മുറിച്ചിട്ട് നടുവൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ചോട് വശത്ത് ചെറിയൊരു തണുപ്പ് നിൽക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് വാടിയൊന്നും പോവില്ല. ഇനി തണുപ്പ് നിൽക്കാത്ത ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന മണ്ണാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറയുമ്പം ചെറിയൊരു വാട്ടം കാണിക്കും. അത് നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ റെഡിയായി വരികയും ചെയ്യും കേട്ടോ.
ഇപ്പോൾ ദാ ഈ പ്ലാന്റ്സ് കണ്ടില്ലേ, ഇത് മണിമുല്ലയുടെ പ്ലാന്റ്സ് ആണ്. ഇതേ വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മുടെ നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. മണിമുല്ലയുടെ പ്ലാന്റ് മാത്രമല്ല, നമുക്ക് വേറെയും പ്ലാന്റ്സ് സെയിലിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അയച്ചു തരാവുന്നതാണ്. പിന്നെ ഈ പ്ലാന്റിന് അത്യാവശ്യം വെയിൽ വേണം. അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തിരുന്നാൽ മാത്രമേ നന്നായിട്ട് ഗ്രോത്ത് ആവുകയും നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് നോക്കി വെക്കാം. നമ്മൾ ചെറിയൊരു പ്ലാന്റാണ് വാങ്ങി വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിലുള്ള സ്ഥലത്തൊക്കെ ആദ്യം വെക്കുക, എന്നിട്ട് നന്നായിട്ട് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാന്റ്സിന് ഓർഡർ ചെയ്യുമ്പം മണിമുല്ലയുടെ പ്ലാന്റ് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. പിന്നെ ഇതുപോലെയുള്ള പ്ലാന്റ്സ് എല്ലാം നമ്മൾ കൊറിയർ വഴിയായിരിക്കും കേട്ടോ അയച്ചു തരുന്നത്. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഇതുപോലെ മാത്രമേ നമ്മൾ അയക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ മുൻപ് പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ മണിമുല്ലയുടെ പ്ലാന്റ് വാങ്ങി പോട്ടി മിക്സ് തയ്യാറാക്കാൻ ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കുമല്ലോ. കുറച്ച് മണലും നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ചരലുള്ള മണ്ണും കുറച്ച് കൊക്കോപീറ്റൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു വളം കൂടി മിക്സ് ചെയ്യുക. ആ രീതിയിൽ പ്ലാന്റ് ചെയ്താൽ മതി. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം മെച്യൂറായിട്ടുള്ളതാണ്. നമുക്ക് പല വിലയിലുള്ള മണിമുല്ല പ്ലാന്റ്സ് വാങ്ങാൻ കിട്ടും. അപ്പോൾ വാങ്ങുന്ന സമയത്ത് പ്ലാന്റിൻ്റെ സൈസും കൂടി നോക്കുക കേട്ടോ. ചിലപ്പോൾ വളരെ ചെറിയ സ്റ്റെമ്മൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ അത് നശിച്ചു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.